അടിച്ചാ അറിയില്ല, എന്തോ ഇവിടെ പാടുണ്ട്. ഓ, ആ എലീനെ രക്ഷിച്ചിട്ടാ. എലിക്കാണ് പിന്നെ വറുത്തുന്ന പറയണ. എലിക്കുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവ് മാറിയെന്ന് ന്യൂസ് ചാനല്. പെൺകുട്ടികളൊക്കെ കടത്തിക്കൊണ്ടുവന്നല്ല പറഞ്ഞത്. മിസ്സിംഗ്, അതായത് മറ്റേതില്ല, ബോഡിയിൽ നിന്ന് കിട്ടുന്നില്ല. പിന്നെ கடத்தப்பட்டிருக்கிறார்களா அல்லது கொலை செய்யப்பட்டு விட்டார்களா என்பதும் மர்மமாகவே இருக்கிறது. இச்சம்பவங்கள் பெரும் பதற்றத்தையும் பரபரப்பையும் ஏற்படுத்தியுள்ள நிலையில் இது குறித்து விசாரணை நடத்த திரு ஆர் தேவா என்ற காவல்துறை உதவி ஆணையர் தற்போது நியமிக்கப்பட்டிருக்கிறார். എനിക്ക് ഇവരെ കൊണ്ടുവന്ന് തന്നെ വിചാരിക്കും. കുറച്ചൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കുറച്ച് സ്ട്രോങ് ആവണ്ടേ. അത് നല്ല ഹൈടെക് ഇല്ലേ പോലീസിന്. മറ്റേ ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മളെ തുപ്പാക്കിയിലേക്കുള്ളല്ലേ. അതായത് ഇൻവെസ്റ്റിഗേഷൻ സംഭവങ്ങളെ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിച്ചിട്ട് അങ്ങനെ പോവാണ് സീനുകൾ. അധികം നീട്ടി വലിക്കാണ്ട്. അത് ജസ്റ്റ് അങ്ങനെ ഒരു സൈഡ് വഴി കാണിക്കാണ്. കാരണം എനിക്കൊന്ന് കൂടുതലും പറയാൻ നോക്കുന്ന മറ്റേ പോലെ തന്നെ ആയിരിക്കും കഥ. അങ്ങനെ കാണിച്ചു. ഓ, ഇത് മ്യൂസിക് മറ്റേ കോളേജിലെ പരിപാടിയാണോ? മ്യൂസിക് കോളേജിലല്ലേ അവർ പഠിക്കണേ. രാത്രിയായാ ആളുടെ സംഭവം മാറിയല്ലോ, കോസ്റ്റ്യൂം ബ്ലാക്ക് ഇട്ടല്ലോ. പക്ഷെ ഇവിടെ ഇത് ഇട്ടിട്ടുണ്ടല്ലോ തല പ്രോഗ്രാം ഉണ്ടെന്നു. ആള് വായിക്കും ഇനി. லூஸ் மாதிரி பேசாத. டிஸ்ப்ளே என் பேர் தான் லாஸ்ட்ல இருக்கு. அப்புறம் நான் தான் ஃபர்ஸ்ட் வருவேன். വായിക്കാൻ പോവാണ് ഭയങ്കര. എല്ലാരും മുടി കെട്ടിയിട്ടാണെന്നല്ലേ ആ സ്റ്റൈൽ പിടിക്കുന്ന രീതിയിലപ്പോ. நல்லா வாசிங்க. நீதான் கடைசியா வாசிக்க போறியா? ஆமா. ஏன்டா எனர்ஜி வேஸ்ட் பண்ற? கிளாப்ஸ பார்த்தல்ல, எப்பவுமே நான் தான் ஃபர்ஸ்ட், நான் தான் பெஸ்ட். Now the next participant. போ, உன்னத கூப்பிடுறாங்க. போ. Mr. Mother. போ. டேய் என்னடா? அவன் உள்ள போறாடா. அவன் அங்க தான இருக்கான். இப்ப பாரு. അവിടെ എന്തോ മറ്റേ അവ ഉള്ളപ്പോ വന്നിട്ട് സ്കെച്ച് ചെയ്തിട്ടുണ്ടല്ലോ മറ്റൊരു. മറ്റേ സാധനം മാറ്റി വെക്കുന്നു. ഓ, ഇത് മാറ്റിയല്ല ഇവിടെ. അടിച്ചാ അറിയില്ല, എന്തോ ഇവിടെ പാടുണ്ട്.
ഡപ്പങ്ങത്തുള്ളതാണ്. അല്ലേ ഡപ്പങ്ങത്തിന്റെ സാധനം. ശരിക്കും അവിടെ ശരിക്കും ഒരു ഫൈറ്റ് ഒക്കെ അല്ലേ ശരിക്കും വരിക മറ്റേ രീതിയിൽ കളിക്കുകയാണെങ്കിൽ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അടി ഉണ്ടാവും പോരെ? ഡൗട്ടുണ്ട്. അടി ഉണ്ടാവും, പക്ഷെ ജ്യോതി ഒന്നും ഇതാക്കിയില്ലല്ലോ. மச்சான் நீதான் ஜெயிப்ப. நான் சொல்றேன் நீதான் ஜெயிப்ப. Now we are announcing the drums competition results. The third prize goes to Deva. വേറെ ആൾക്കാർക്കാണ്. Second prize goes to Madan. സെക്കൻഡ് ആണ്. മറ്റേ പൈസ. The first prize goes to Vinod. ആ ഓ പൈസ പൈസ. ഞാൻ തന്നെ ജയിക്കാന്ന് പറഞ്ഞില്ല. நான் தான் அப்பவே சொன்னேன்ல. இப்ப அவங்களே சொல்லிட்டாங்க எனக்கு தான் ஃபர்ஸ்ட் பிரைஸ்னு. நல்லா வருஷம் அநியாயமா தோத்துட்டியடா. தோத்துட்டேன் தான்டா. நீ வாசிச்சதை பார்த்து 3 பேர் தான் மார்க் போட்டாங்க. ஆனா நான் வாசிச்சதை பார்த்து இங்க இருக்கிறவங்க எல்லாருமே எதிர்த்து ஆடினாங்க. ஒரு விஷயம் நல்லா தெரிஞ்சுக்கோ, ஜெயிச்சுட்டே இருக்கோம் எங்கேயோ போயிட்டு இருக்கோம்னு நினைக்கவே நினைக்காத. வாழ்க்கையில ஃபர்ஸ்ட் யாரு முன்னாடி போறாங்கிறது முக்கியம் இல்ல, லாஸ்ட்ல யாரு ஃபர்ஸ்ட் வராங்கிறது தான் முக்கியம். ഓ ഇങ്ങനത്തെ കുറെ ഡയലോഗ്സ് ഉണ്ട് കേട്ടോ ആ സമയത്ത്, കേട്ടിട്ടുണ്ട് ഇതൊക്കെ. ஏய் எங்கேயோ போனீங்க? எவ்வளவு நேரம் உன்னை தேடிட்டு இருக்கிறது? நான் வாசிக்கும் போது அங்க இருக்க மாட்டியா நீ? இப்ப என்ன நான் தோத்துட்டேன்னு கோவமா? இங்க பாரியா, ப்ளீஸ் இங்க பாரு, இங்க பாரியா. என்ன ஆச்சு? என்ன ஆச்சு? நீ சும்மா இரு. അടിച്ചു തോന്നണ്ട. ഫൈറ്റ് ഇവിടുന്ന് വരണേ. നേരത്തെ ഫൈറ്റ് വരുന്ന ചോദിച്ചാ അതിന്റെ ഇടയിൽ അല്ലേ? അടിച്ച തന്നെയാണ്. അവരുടെ ആൾക്കാരനെയാന്ന് തോന്നട്ടെ അല്ലേ? நான் லேடிஸ் டாய்லெட்ல போறேன். ஏய் என்ன 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 முறைக்கிற? என்ன என்னடா முறைக்கிற? என்ன என்னடா? കഴുകി പിടിച്ചോളൂ. ബിജിഎമ്മൊക്കെ അവർ സ്റ്റൈലാട്ടാ. അത് മറ്റേ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ കാണിക്കാൻ ഫസ്റ്റ് കാണിച്ചില്ലായിരുന്നു ആ സംഭവം. സാഗൊക്കെ എടുക്കാൻ നോക്കണ്ട് സ്റ്റൈലൊക്കെ. പണ്ടത്തെ എഫക്റ്റ് ഏകദേശം ഒരു കോളേജ് പടം കൂടിയാണല്ലേ സിനിമ. പക്ഷെ അതിന്റെ കൂടെ ഒരു ത്രില്ല് സാധനം ഉണ്ട്, വേറെ സൈഡിലോട്ട് പോകുന്നൊരു സംഭവം ഉണ്ട്. അതൊക്കെ കമേഴ്ഷ്യൽ എലമെന്റ്സ് ആണ്. കാരണം ഇതുവരെയായിട്ട് ഒരു തല്ല് വന്നില്ല. അത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ സങ്കടം വന്ന് തല്ലണം എന്നുണ്ടെങ്കിൽ ആൾക്കും ചെറുതായിട്ട് ഇഷ്ടം വന്നിട്ടുണ്ട്. ആണ് സംഭവം കണ്ടു. കാരണം ആൾ ഇതുവരെ അങ്ങനെ എവിടെയും കണക്ട് ആയിട്ടില്ല. ആൾക്കാർക്ക് ആ മറ്റേ വൃത്തിയിട്ടൊരു സ്വഭാവം ഉള്ളത്.
തലയൊക്കെ ഇട്ട് ഒരു സ്റ്റൈലാണ് നോക്കിണ്ടല്ലോ. ആ സമയത്തുള്ള ഫൈറ്റ് ഒക്കെ ജമ്പിങ് ഒക്കെ ബൗൺസിങ് ആണ് ഫുള്ള് മറ്റേ റോപ്പിന്റെ ഫീല് നമുക്ക് വെള്ളം അടിക്കും. കാലഘട്ടമാണ് ഉണ്ടായിരുന്ന ആളാണ്. നിന്നെടുക്കുന്നൊക്കെ ജമ്പാവുന്നല്ലേ. പക്ഷെ ആ സമയത്ത് നമുക്ക് അങ്ങനെ അത് ഇപ്പല്ലേ കൂടുതൽ റിയലിസ്റ്റിക് വരുന്ന ഫൈറ്റ് പണ്ടല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ ഒരു മറ്റേതിന്റെ ഇതാ ഏകദേശം ഡ്രമ്മിന്റെ തന്നെ ഏകദേശം പിടിക്കാൻ നോക്കിയത്. ഏകദേശം ഇളയരാജ സാറും യുവാൻ ശങ്കർ രാജയുടെ ഒക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു രീതിയിലല്ലേ ഉണ്ടാവാറ്. യുവൻ ശങ്കർ രാജാവ് കുറച്ചുകൂടി യൂത്ത് വൈബിന്റെ സംഭവം കിട്ടും. എന്നാലും ചില സ്ഥലത്തൊക്കെ കുറച്ചുകൂടി ഉണ്ടാകും അല്ലെ. அவன் நடிச்சது நான் பாக்கல, ஆனா நான் நடிச்சது நீ பார்த்தல, அது போதும். ഡയലോഗ് പഞ്ച് എവിടെയെങ്കിലും போடையா மாத்திர, ഇനിമേ നീ താണ്ടാ പോട്. അവിടെ കയറ്റി ചുമരി കയറ്റെന്നൊക്കെ പറയില്ലേ. ഇനിമേ നീ തന്നെ പോട്, ജെൻസിന്റെ പോട്. ഓ അതെ ഹീറോ എനിക്ക് ഖുഷി കഴിഞ്ഞിട്ടാണ് ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടല്ലോ റിയാക്ഷൻ ഒക്കെ അതുപോലെ. எனக்கு கேஸ் முடியுன்ற நம்பிக்கை இல்ல சார். நானும் எத்தனையோ கேஸ் பார்த்திருக்கேன். ஒரு சின்ன லூப் ஹோலாவது இருக்கும், அதை வச்சு ட்ரேஸ் பண்ணி பிடிச்சிடலாம். இதுல எல்லாமே மர்மமா இருக்கு சார். நீங்க பேசாம இந்த கேஸ் அப்படியே டீல விட்டு ஊருக்கே போயிடலாம் சார். இதுக்கு ஒரு முடிவு தெரியாம நான் விட மாட்டேன். കണ്ടുപിടിക്കണം തന്നെയുള്ളത് ആൾക്ക്. வண்டி ஏங்க நிக்குது? அதால உட்கார முடியாது, நிக்குது. ஏய் ஜோக்கா, ஃபோன் பண்ணுயா? நானே பண்றேன். நான் தான் ஃபோன் பண்றேன். யாருக்கு பண்றான்னு பாப்போம். நம்பர் சொல்லு. நம்பர் சொல்லு. நான் 9840 92200. எனக்கு ஏன் ஃபோன் அடிக்குது? எனக்கு யார் ஃபோன் பண்றா? ஹலோ 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 ஹலோ, സെയിം നമ്പറിൽ நான் பேசுறது எனக்கே கேக்குது. മനസ്സിലായി ഇപ്പോഴും. உன் நம்பருக்கு நீயே ஃபோன் பண்ணா, நீ பேசாம பக்கத்து வீட்டுக்காரனா பேசுவான். மொண்டையில போட்டுனா. சரி சரி வெளில வா. அதுல வர முடியாது. கொஞ்சம் வெளில நிக்கலாம்ல, பாக்குறவங்க என்ன நினைப்பாங்க? லவ்வர்ஸ் தானே நினைப்பாங்க. நினைச்சா நினைச்சிட்டு போறாங்க. ஏன் ரெண்டு பேரும் சேர்ந்து நிக்க கூடாதா? உன்னோட மனுஷன் பேச முடியாது. யாருக்கு ஃபோன் பண்ற? யாருக்கு பண்ற? யாருக்கு ஃபோன் பண்ற? செத்து போனே எங்க தாத்தாக்கு பண்றேன். கொஞ்ச நேரம் சும்மா இருக்கியா? ஹலோ, நான் மதன் பேசுறேன். ஆப்போசிட்ல மாமா இருந்தா கொஞ்சம் கூப்பிடுறீங்களா? மாமா கார் சுட்டு வச்சிட்டடா. போன் இங்க இருக்கனே. ஹலோ ஹலோ, மதன் பேசுறேன் மாமா. எப்படி இருக்கீங்க? நல்லா இருக்கேன்ப்பா. சரி, எப்ப ஊருக்கு வரீங்க? எங்கப்பா இந்த கடையெல்லாம் விட்டு வர்றது? ஆமா, எல்லாம் பெரிய ஃபேக்டரி வச்சிருக்கீங்க. எல்லாம் துபாக்கு ஒரு சைக்கிள் விட்டுட்டு வாங்க மாமா. சரிப்பா, இன்னும் ஒரு வாரத்துல வர்றேன்ப்பா. ஓகே மாமா, கண்டிப்பா வந்துருங்க. ஆமா மாமா வந்துருங்க. ஏய், என்ன மெமிக்ரி பண்ற? லேடிஸ் வாய்ஸ் எல்லாம் பேசுற? ஒண்ணுல மாமா, பக்கத்துல ஒரு லூஸ் ஃப்ரெண்ட். லூசட்ல எப்ப போன் கொடுக்குற? சரி சரி, நான் வந்துடுறேன்ப்பா. போன் வச்சிருக்கான் பாரு, கருமாந்திரம். கொஞ்சம் டீப்பா யோசிச்சு பார்த்தா எல்லா பொண்ணுங்களையும் எவனோ ஒருத்தன் தான் கடத்திருப்பான் தோணும். சார் கண்டுபிடிச்சிட்டேன் சார். என்ன? விஸ்கியோட பிராந்தி தான் சார் கிக் அதிகம். சார், ஒருவேளை அவன் அப்படி பண்ணிருப்பானோ? எப்படி? ஒருவேளை அவன் இப்படி பண்ணிருப்பானோ? எப்படியா? ஒருவேளை அவன் அப்படி பண்ணிருப்பானோ? ஒருவேளை அவன் இப்படி பண்ணிருப்பானோ? നൈറ്റാണ് ഇറങ്ങുന്നത്, മനസ്സിലായോ? വണ്ടിയിൽ കയറിയാളെ നേരെ ഇപ്പുറത്തോട്ട് എടുത്ത് കണ്ടായിരുന്നില്ലേ? നൈറ്റ് വർക്കാ. ഭയങ്കര ഉഗ്രരൂപിലാണ്. അഗ്രകണ്യൻ, അതാണ് ഉദ്ദേശം. ഉഗ്രരൂപത്തിലുള്ള അഗ്രകണ്യൻ. ഇത്ര നേരം കാണിച്ചില്ലല്ലോ നമ്മളെ എന്താ ചെയ്യുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് കിസ് ചെയ്തിട്ട് കൊണ്ടുപോകും. അയ്യോ
ഒരേ സമയം നായകനും വില്ലനും ഒരാൾ തന്നെയാണ് നീ. നമ്മളെന്താ നായകനും വില്ലനാവുന്ന സിനിമകളാണ് എടുത്തോണ്ടിരിക്കുന്നത്. മങ്കാതെ അതല്ലല്ലോ. നീ നല്ലവനല്ലേ എന്നുള്ള രീതിയിലുള്ള പടങ്ങൾ എടുക്കുന്നത്. മൂക്കിൽ വരെ മണടിക്കാതിരിക്കാനായിട്ടുണ്ടോ സമയത്ത് അടിയിലോട്ട് പോകുമ്പോൾ കാടല്ലേ അത്? ശ്വാസം. ഓക്സിജൻ സംഭവമായിരിക്കും. കെട്ടിട്ടിട്ടാറൊക്കെ കരണ്ട് അടുപ്പിക്കുവോ? ഓ, ആ എലീനെ രക്ഷിച്ചിട്ടാ? എലിക്കാണോ പിന്നെ വറുത്തുന്ന പറയണ? എരിക്കുന്ന ചാരോ? സൈക്കോ പേരെഴുതിയിട്ടാണ് വെച്ചിട്ടുണ്ട് ഒരാളെ ചാരത്തിന്റെ. കുറച്ച് മണടിക്കാണ്ടിരിക്കാനാണ് എരിക്കുമ്പോ. ഇനി എന്ത് റിവെഞ്ചാണുള്ള ഇതിന്റെ അകത്ത് എന്ത് സുഖം കിട്ടുന്ന ഒരു ക്യാരക്ടറിന്? അല്ല, എന്ത് സുഖം കിട്ടുന്ന ഈ ക്യാരക്ടറിന് മനസ്സിലാവുന്നില്ല. ഇത്ര അതായത് കൊണ്ടോട്ട് കെട്ടിയിട്ട് പഴമൊക്കെ മറ്റേ പഴം നമ്മള് പഴുപ്പിക്കാൻ വെക്കൂല, അതുപോലെ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഇരിക്കുകയാണ് ഡയറക്റ്റ്. അതും അവിടെ ഇരിക്കുന്ന സമയത്ത് എലീനെ കണ്ടപ്പോ എലീനെ രക്ഷിക്കുകയും ചെയ്തു. എലീനെ രക്ഷിച്ചിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. എലി ചാവത്. അപ്പൊ ഈ ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ ഒന്നും ചെയ്യുന്നില്ല. എന്താ പറയാ, വെറുതെ അങ്ങനെ സൈക്കോ അല്ല. ആൻഡ് അതുമാണോ ഇനി തപ്പ് മറ്റേ സംഭവമില്ല. അതായത് അതും ലേഡീസിനെ തന്നെ, ലേഡീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് ബോയ് ഫ്രണ്ട്സ് കുറെ ഉള്ളവരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് പണി കൊടുക്കുന്നത്. അതായത് എന്താ പറയാ, നമ്മൾ പറയില്ലേ മറ്റേ ഇതായിട്ട് തെറ്റ് ചെയ്യുന്ന ലേഡീസിനോടുള്ള എന്തോ ഒരു റിവെഞ്ച്. ഇനി എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് ഉണ്ടോ? കാരണം മാമനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. മാമൻ അച്ഛനമ്മയുടെ ആ ഒരു സംഭവം ഉണ്ട്. എനിക്ക് തോന്നുന്നു മാമനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. ഇനി മാമൻ അറിഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ചെറുപ്പകാലത്തിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് മാത്രല്ല ജ്യോതികനെ അതുകൊണ്ടാണ് ആളധികം അടുപ്പിക്കാതെ. അതായത് ജ്യോതിക ക്യാരക്ടർ നല്ലതാണ്. ഞാൻ ജ്യോതികനെ ദ്രോഹിക്കുന്നുമില്ല. കാരണം ജ്യോതികയുടെ ക്യാരക്ടർ കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. ആൾ ഇന്നസെൻസ് ആണ്. അത് മാത്രമല്ല ഓരോ സ്ഥലത്ത് നമ്മൾ മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട് ജ്യോതികയുടെ. അപ്പൊ അവിടെ തന്നെ മനസ്സിലാവുന്നത് ആള് കുട്ടിയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഒന്നും ചെയ്യാത്തത്. എന്തോ ഒരു സംഭവം സിംബുവിന്റെ ആ ഒരു ബ്ലാക്ക് ഡ്രസ് ഇടുന്ന ആ ഒരു ലുക്കില് കിഡു എന്ന് വെച്ചാൽ കിഡു. എനിക്ക് തലയുടെ ഒരു ലുക്കൊക്കെ തോന്നിയായിരുന്നു. ചില സ്ഥലത്ത് ഭയങ്കര റിസംബ്ലൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ സമയം കാണിക്കുന്നത്. അപ്പൊ എന്തായാലും നോക്കാം. പക്ഷെ ആ ഒരു ക്യാരക്ടറിന്റെ അതാണ് സംഭവം നമ്മളെ കാണിച്ചു തന്നു. അതായത് ഇങ്ങനെ ഓരോ പെൺപിള്ളേരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ ഒന്ന് എനിക്ക് തോന്നുന്നു കിസ്സൊക്കെ ചെയ്ത് പിന്നെ എന്താ മൂക്കിൽ വെച്ചിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഇരിക്കുന്നത്. അതാണ് മറ്റേ പ്രൂഫ് ഒന്നും കിട്ടാതെ. അതാണ് സംഭവം. ബോഡി ഒന്നും കിട്ടിയില്ല ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ സംഭവത്തിന് മനസ്സിലായെന്ന് വെച്ചാൽ എന്തായാലും കൊല്ലുന്ന ആൾക്കാർ പാവങ്ങളല്ല. അതാണ് ഏകദേശം ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ ചീറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ എന്തോ നല്ലൊരു ചീറ്റിംഗ് ആൾക്ക് കിട്ടിയിട്ടുണ്ട് മുന്നേ. അതാണ് സംഭവം. അത് ഒന്നും ചീറ്റിംഗ് ആവാൻ സാധ്യതയുണ്ട്. ആൾക്കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമാണെന്നുള്ള അറിയില്ല. നോക്കാം എന്താണ് പറയാൻ പോകുന്നത്. അത് മാത്രമല്ല എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ അടിയിൽ ആൾക്കാരൊന്നും ഒന്ന് ചെക്ക് ചെയ്യില്ലേ? ഇതിന്റെ അടിയിലോ? അറിയില്ല, അതറിയില്ല. കാരണം അവിടെ കുപ്പിയിൽ ഇങ്ങനെ മറ്റേ പേരൊക്കെ ചെയ്ത് വെച്ച് മറ്റേ ഇതുപോലെ ഉണ്ടായിരുന്നു, ആമ്പല പൗഡറൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇട്ട പോലെ ഇങ്ങനെ ഇട്ട് കുപ്പിയിലിട്ടിട്ട് കറക്റ്റായിട്ട് പേരൊക്കെ ആയിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്താന്നല്ല വിൽക്കാനാണോ എന്തിനാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചെന്താ പറയാ, ചാര എടുക്കുക വിചാരിച്ച ചിലപ്പം ആ ആത്മാവിന് പുണ്യം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ആ ചാര ഇനി കൊണ്ടുപോയി ഒഴുക്കൊക്കെ ചെയ്യുമെന്നാണ്. അല്ല അങ്ങനെയല്ല, കൊന്നാ പാവം തിന്നാ തീരുന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റൈലില്ലേ, അതുപോലെ ആയിരിക്കും ചിലപ്പോ. അപ്പൊ എന്തായാലും നോക്കാം അടുത്ത സീനിൽ കാണാം എന്താണ് ഈ ക്യാരക്ടറിന്റെ പ്രശ്നം എന്നുള്ളത്. ഇനിയിപ്പോ ഒറിജിനൽ സൈക്കോ ആണോ അല്ലെങ്കിൽ രാത്രി മാത്രം സൈക്കോ ആയി മാറുന്നതാണോ? അല്ല, ഡേ ടൈം സൈക്കോ അല്ല, പാവാണ്. അതിനുശേഷം രാത്രിയാണെങ്കിൽ സൈക്കോ തരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ഉണ്ടാവുമല്ലോ, ചോര വരുന്ന രാത്രി ഇല്ലേ, ഡേ ടൈം ചോര വരുന്നില്ല, മാമനെ വിളിക്കുന്നു, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്താ സംഭവം. അടുത്ത സീൽ അത്രയേ ഉള്ളൂ.